ആരായി സംസാരിക്കുന്നത്? ഹായ് കിരൺ, ഐ മിസ് യു ബേബി. അത് മാഡം, കിരൺ സാർ ഇവിടെ ഇല്ല. ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ ഗിരീഷ സംസാരിക്കുന്നത്. വാട്ട്? നീ എന്തായി പറയുന്ന കിരൺ? അയ്യോ, കിരൺ സാർ ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിന്റെ ഫോൺ അങ്ങ് എടുത്തേക്കാവുന്നു. വാട്ട്? ഹൗ ഡേ യു? നിനക്ക് ഇങ്ങനെ ധൈര്യം വന്നു കിരണിന്റെ ഫോൺ എടുക്കാൻ? ആൻഡ് ബൈ ദ വേ, നിന്റെ ശബ്ദം എങ്ങനെയാ കിരണിനെ പോലെ ഇരിക്കുന്നേ? കിരൺ, നീ ഇനി എങ്ങാനും എന്നെ മന്ദബുദ്ധിയാക്കാൻ ശ്രമിക്കുകയാണോ? ഓ അല്ലല്ല മാഡം, മന്ദബുദ്ധികളെ വീണ്ടും മന്ദബുദ്ധിയാക്കുന്ന എങ്ങനെയാ? അത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മാമിനെ എങ്ങനെയാ ഞാൻ മന്ദബുദ്ധിയാക്കുന്നത്? അത് പിന്നെ ഞാൻ കിരൺ സാറിന്റെ വലിയ ഫാനാ, അതുകൊണ്ട് ഞാൻ സാറിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് കിരൺ സാറിനോട് അത്രയ്ക്ക് ആരാധനയാ. മാമിന് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം? ഐ നോ, ഹി ഈസ് ടു ഗുഡ്. ബട്ട് ഈയിടെയായിട്ട് അവൻ എന്നോട് സംസാരിക്കുന്നേ ഇല്ല. എന്റെ പൊന്നെ, ഇവളെ ഇംപ്രസ് ചെയ്ത പിന്നെ ഇവള് വീണ്ടും വന്ന് ഒട്ടിക്കോളും. ഈയിടെയായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യുക, നാളെയോ മറ്റന്നാളോ വിളിച്ചാ മതി. ആക്ച്വലി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ആ പയ്യൻ അത്ര നല്ലതല്ല മാഡം. മാമിന് ചേർന്ന പയ്യനെ അല്ല. എനിക്ക് മാഡത്തെ അറിയാം, നിങ്ങൾ വളരെ സെക്സി അല്ലേ. ആരെ വേണമെങ്കിലും വീഴിക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ മാഡം? പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയൊന്നും അല്ല. സൗന്ദര്യത്തിന് ഒരു വാല്യൂ ഇല്ലാന്നേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാഡത്തിന് കിരൺ സാർ പറ്റിയ ആളല്ലെന്ന്. അല്ല മാഡം, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, മാഡവും കിരൺ സാറും കൂടി പോയി കഴിഞ്ഞാൽ മാഡത്തിനല്ലേ ഭംഗി കൂടുതൽ. ഐ നോ, ഹി ഈസ് ടു ഗുഡ്. ബട്ട് ആ സ്റ്റുപ്പിഡ് പ്രീതി ഉണ്ടല്ലോ, അവളെ അവനെ ഇഷ്ടപ്പെടുന്നു. ഓ മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല ആ കിരൺ സാർ. അദ്ദേഹത്തിന് വട്ടാണോ ആ പ്രീതിയെ പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കാനായിട്ട്? അത്രയ്ക്ക് ബുദ്ധിയില്ലേ സാറിന്? മാഡം, ഞാൻ പറയുന്ന പോലെ കേക്ക്. സാറിനെ അങ്ങ് വിട്ടേക്കുന്നേ. പിന്നെ മാഡത്തിന് വേണേ ആരുടെങ്കിലും ഭർത്താവിനെ പോലും വീഴ്ത്താവല്ലോ. മാമിനെ കണ്ട ആരാ വീഴാത്തത്? അത്രയ്ക്ക് സുന്ദരി സെക്സിയോ അല്ലേ നിങ്ങള്? ശരിക്കും? ശരിക്കും മാഡം. ഐ തിങ്ക് യു ആർ റൈറ്റ്. ഐ ഷുഡ് ട്രൈ. അതാണ് കാര്യം. ഓക്കെ ബേബി. വാട്ട്? അല്ല മാഡം. എന്താ നീ പറഞ്ഞേ? ഓക്കെ മാഡം, ബൈ, നമസ്കാരം, താങ്ക് യു. ായിട്ടല്ല, നീ ഒരു കാര്യം ചെയ്. ഈ കുഞ്ഞുങ്ങളിടുന്ന മ്യൂസിക്കൽ ഷൂസ് ഇല്ലേ, ഇങ്ങനെ പീ 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 പീന്ന് ശബ്ദം ഉണ്ടാക്കുന്ന, അതിട്ടോട് നടക്ക. അപ്പൊ മനസ്സിലാകുമല്ലോ എവിടെന്നാ വരുന്നേന്ന്. ആഹാ, വെരി സ്മാർട്ട്. നീ ഒന്ന് വേഗം വന്നേ. ഞാൻ ഇതിനെ ഒളിക്കുന്നേ. ഞാൻ അങ്ങനെ ഒളിച്ചും പാത്തും വന്നതല്ല. എനിക്ക് ഇവിടുത്തെ ജോലി തിരികെ കിട്ടി. ഐ മീൻ, ഇന്നലെ രോഹിത് സാർ വീട്ടിൽ വന്നിരുന്നു. സാർ എന്നെയും സൃഷ്ടിയും ഇൻസിസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഈ ജോബ് രഹസ്യം ചെയ്യാൻ വേണ്ടി. ലിസൺ, പിന്നെ ഞാൻ ചെയ്തൊന്നും നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. തെറ്റിദ്ധാരണയോ എന്ന് വെച്ചാ? ഞാൻ പുറമെ കാണിച്ച അത്രയും സന്തോഷമൊന്നും എനിക്കില്ല. നീ ഇവിടെ വന്നാലും ഇല്ലല്ലോ എനിക്കെന്താ. ഐ ഡോണ്ട് കെയർ. അല്ല, ഇതിന് മാത്രം ഞാൻ എന്താ ഇവളോട് പറഞ്ഞത്? അപ്സെറ്റായി പോയിരിക്കാം. പുറകെ പോയി കഴിഞ്ഞാ വീണ്ടും സംശയിക്കും അവള്. ഈ മെന്റലിന് ഇപ്പൊ ഏത് പിരിയാണാവോ ഇളകിയത് എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കാനായിട്ട്? അച്ഛമ്മേ, എന്തിനാ വെറുതെ അവിടേക്ക് ഇവിടേക്ക് നോക്കുന്നേ? ഞാൻ മുമ്പിൽ തന്നെയല്ലേ നിക്കുന്നേ. എന്റെ മുഖത്തൊന്ന് നോക്കി സംസാരിച്ചൂടെ? അച്ഛമ്മേ, കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അച്ഛമ്മയ്ക്ക് തന്ന ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല, ഇല്ലേ? ഇല്ലല്ലോ. അയ്യോ, നീ എനിക്ക് തന്ന ഡയറ്റിൽ തന്നെയാ ഞാൻ. സെയിം ഡയറ്റ്. അത് ശരി. റിയലി? ഞാൻ ജോണിനോട് ചോദിച്ചിരുന്നു. എല്ലാം എനിക്കറിയാം. 2 ദിവസമായിട്ട് എന്തൊക്കെ കഴിച്ചെന്ന്. ഈ ജോണിനെ ഉണ്ടല്ലോ, പരദൂഷണം പറയാ അവനെ ഞാൻ ഇന്ന് തന്നെ ജോലിന്ന് അല്ല, ഇത് നല്ല കഥ. അച്ഛമ്മയല്ലേ തെറ്റ് ചെയ്തേ? ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുമില്ല, എന്നിട്ട് ആ പാവത്തിന്റെ ജോലിന്ന് പുറത്താക്കാൻ പോവാണോ? ദിസ് ഇസ് വെരി അൺഫെയർ അച്ഛമ്മ. ശരി, പുറത്താക്കുന്നില്ല. നീ എന്തു പറയുന്നോ അത് ഞാൻ ചെയ്യും. നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടല്ലോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഗീവ് മീ എ ഹഗ്. കെട്ടിപ്പിടിക്കൂ. ഇനി എനിക്ക് ക്ലാസ് എടുക്കുന്ന ഒന്ന് നിർത്ത്, ഓക്കെ? ഇതെല്ലാം ശരി തന്നെ, പക്ഷെ ഞാൻ അച്ഛമ്മയോട് പിണക്കത്തില്ല. തെറ്റായ കാര്യമല്ല അച്ഛമ്മ. ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, കൃത്യമായിട്ട് എക്സസൈസും ചെയ്യണം.
അതാ ഇപ്പൊ പെട്ടെന്ന് ഇത്രയും പ്രോബ്ലം ആയത്. ആ പക്ഷേ കിരൺ എന്നെ കൊണ്ട് ഒരു ദിവസം എക്സർസൈസ് ചെയ്യിപ്പിച്ചു. എന്തു പറ്റി അച്ഛമ്മേ? എന്റെ കാല് വേദനിക്കുന്നടാ. അച്ഛമ്മ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അച്ഛമ്മേ ചിരിച്ചത് മതി. അച്ഛമ്മ ഇനി ഇവിടെ ഇരുന്നേ. ഇനി ആദ്യം മുതലേ തുടങ്ങണം. കാരണം അച്ഛമ്മ ഇടയ്ക്ക് എക്സസൈസ് നിർത്തിയില്ലേ. ഈ കിരൺ ഉണ്ടല്ലോ, അവന്റെ അടുത്തുനിന്ന് ദൂരെ മാറി നിന്നോ അവന്റെ മൂഡ് എന്താന്ന് മനസ്സിലാവില്ല. ചിലപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ചിലപ്പോ തോന്നും അവനെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന്. അടുത്ത നിമിഷം തന്നെ തോന്നും ഒരിക്കലും കഴിയില്ലെന്ന്. ചില സമയത്ത് തോന്നും ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാന്ന്. എന്നിട്ട് പിന്നെ അവൻ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോ തോന്നും ലോകത്തിലെ ഏറ്റവും മോശം മനുഷ്യനാണ്. എന്തൊക്കെ പറയുന്നേ? അവൻ എന്റെ ഫേവറേറ്റ് പേരക്കുട്ടിയാ. വളരെ നല്ല കുട്ടിയാ അവൻ. ഹീസ് എ നൈസ് ബോയ്. ഓ നോ, ദേഷ്യത്തിൽ ഞാൻ എന്റെ എല്ലാ ഫ്രസ്ട്രേഷനും അച്ഛമ്മയുടെ മുന്നിലാണല്ലോ പറഞ്ഞത്. എന്താ അച്ഛമ്മേ? ഞാൻ ആരെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. അല്ലെങ്കിലും ഞാൻ ഇങ്ങനെയാ, എന്തെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ശീലമായി പോയി അതാ. നീ പറഞ്ഞോണ്ടിരിക്കും. നീ നല്ല മധുരമായിട്ട് സംസാരിക്കും. നീ ദേഷ്യപ്പെട്ടാ പോലും നല്ല രസമാ കണ്ടോണ്ടിരിക്കാൻ. നീ പറഞ്ഞോ. ഓക്കെ ശരി പ്രീത, ഒരു കാര്യം പറയും. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകില്ലേ? ഞങ്ങൾ കാരണം നിന്റെ അമ്മ അറസ്റ്റിലായി. വളരെ സോറി മോളെ. അച്ഛമ്മേ പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛമ്മയ്ക്കൊരു കാര്യം അറിയാം. എന്താന്നോ, ചെറുപ്പത്തിൽ ഒരു തവണ ഞാൻ സൃഷ്ടിയെ ബാത്റൂമിൽ പൂട്ടിയിട്ടു. കാരണം ഞാൻ വിചാരിച്ചു അവൾ എന്റെ പെൻസിൽ കട്ടെടുത്തു. പക്ഷെ എനിക്ക് ആ പെൻസിൽ പുറത്ത് മുറിയിന്ന് കിട്ടി. പെട്ടെന്ന് ഞാൻ അവളെ ബാത്റൂമിൽ നിന്ന് പുറത്തിറക്കി. എനിക്ക് അച്ഛമ്മയോട് പറയാൻ പോലും കഴിയുന്നില്ല എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന്. അമ്മയുടെ അറസ്റ്റും അതുപോലെ ആരുടെ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതാ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, തെറ്റ് ചെയ്തവർക്ക് കുറ്റബോധം തോന്നുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഈ മാപ്പിന്റെ ഭാരം അച്ഛമ്മ എന്റെ മേലിടല്ലേ. രോഹിത് സാർ എന്നെ എന്നോട് എത്ര തവണ സോറി പറഞ്ഞു. പിന്നെ ഫാമിലിയുടെ കാര്യമാവുമ്പോ ഈ പ്രശ്നങ്ങളൊന്നും അധികം നേരം നിലനിൽക്കില്ല. അത് മാത്രമല്ല, ഇവിടെയുള്ളവർ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പോലെയാണ്. ഹലോ, അപ്പൊ ഞാനോ? എന്താ തന്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? സാറാണെങ്കിൽ ഒരിക്കലുമില്ല. പ്രീത എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഓക്കെ, കാരണം എന്റെ വേദനയാണ് പ്രീത ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ വീണ്ടും തിരിച്ചു വന്നതും എന്റെ വേദന കാരണമല്ലേ? നിനക്കറിയോ രോഹിത്, ഞാനിപ്പോ എന്റെ വേദനയെ വളരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രീത എന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരുന്നു. ഇന്ന് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ എക്സസൈസ് എന്തായാലും വൈകിപ്പിക്കണം. കാണിച്ചേ, അച്ഛമ്മയുടെ കാലത്ത് ഇവിടെ വെച്ചേ. ഇത് വെച്ചോ, സ്ട്രെസ് ബോളാ. ചിലപ്പോ അച്ഛമ്മയ്ക്ക് വേദനിച്ചാലോ. ആക്ച്വലി ഞാൻ ചിന്തിക്കായിരുന്നു അച്ഛമ്മേ, നമ്മുടെ വീട്ടിൽ അച്ഛമ്മ എന്തിനെങ്കിലും ഒന്നിന് വാശി പിടിച്ചാ അച്ഛമ്മയുടെ വാശിക്ക് മുന്നില് ഞങ്ങളുടെ ഒന്നും നടക്കില്ല. പക്ഷെ നമ്മുടെ ഈ ഡോക്ടർ മാഡം അച്ഛമ്മ അങ്ങ് ഭരിക്കുകയാണല്ലോ. ഇത് നിന്റെ തന്നെ തെറ്റാ. നീയാ ഇവളെ ഹിറ്റ്ലർ ആക്കി ഇവിടെ കൊണ്ടുവന്നത്, ഓർമ്മയില്ലേ? ഹിറ്റ്ലറോ? ഞാനോ? ഞാൻ ആരുടെ അടുത്ത് ഒരു അധികാരം എടുക്കാറില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ആജ്ഞ കൊടുക്കുകയാണല്ലോ. കൊടുത്തില്ലേ? ചെറുതായിട്ട് കൊടുത്തില്ലേ? അല്ലേ? അറിയോ, വന്നത് മുതൽ എന്നെ വഴക്ക് പറയുവോ? അച്ഛമ്മേ ശരി തന്നെ. ഞാൻ ഇവിടെ എന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോ അച്ഛമ്മയും കൊച്ചുമോനും ചേർന്ന് എന്നെ ക്രോസ് എക്സാമിൻ ചെയ്യാണല്ലേ. അങ്ങനെ ചെയ്തേ. ഇനി അച്ഛമ്മ കാല് താഴെ വെച്ചേ. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോവാ. അയ്യോ നിൽക്ക്, എന്റെ എക്സർസൈസ് ആര് ചെയ്യിപ്പിക്കും? ഞാൻ ഇപ്പൊ എന്തായാലും പോവാ അച്ഛമ്മ. ഇനി രോഹിത് സാർ ഇല്ലാത്ത സമയത്ത് ഞാൻ തിരിച്ചു വരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ നന്നായിട്ട് കളിയാക്കുക. അതുകൊണ്ട് ഞാൻ പോവാ. പിന്നെ വരാട്ടോ. അയ്യോ നിക്ക്, പിണങ്ങി പോവല്ലേ. ഇനി നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. പിണങ്ങില്ലല്ലോ എന്നോട്? അങ്ങനെ ഞാൻ ചെയ്യൂ. നീ ഷെർലിനിൽ എന്താ കണ്ടത്? ഒരുപക്ഷെ പ്രീതിയായിരുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഓ സോറി, എനിക്കറിയാം നിന്റെ നിശ്ചയം കഴിഞ്ഞെന്ന്. എനിക്ക് ഭ്രാന്ത, എന്തും പറയും. ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. എനിക്കറിയാം നിനക്ക് നിന്റെ ചോയ്സ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന്, അല്ലേ? ഒരുപക്ഷെ ആ സമയത്ത് അച്ഛമ്മ ഇപ്പൊ പറഞ്ഞത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എന്റെ കല്യാണം ഒരു സ്റ്റുപ്പിഡ് ജോക്കായി മാറിക്കഴിഞ്ഞു. അതെന്നെ ചിരിപ്പിക്കുന്നേ ഇല്ല, പകരം കരയിപ്പിക്കുകയാണ്. ഇതാ നോക്ക്, എനിക്ക് 3 ചെറുക്കന്മാരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്രീതയ്ക്ക് വേണ്ടി. നോക്കിയമ്മേ, ഇത് നല്ല കഥയായി പോയല്ലോ മുത്തശ്ശി. ഇത്രയും ചെറുക്കന്മാരുടെ ഫോട്ടോ കണ്ടിട്ട് ആകെ 3 പേരെയാണോ ഇഷ്ടപ്പെട്ടെ? പിന്നെ എത്രയാ? ഇത് കടയിൽ നിന്ന് സാധനം മേടിക്കുന്നതല്ല, 10-30 എണ്ണം ഒരുമിച്ച് മേടിക്കാൻ. പ്രീതയ്ക്ക് നല്ലൊരു ചെറുക്കനെ വേണം, 1,00,000-ൽ ഒരുവനായിരിക്കണം. ചായ കുടിക്ക്. ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രീതയ്ക്ക് വേണ്ടി ചെറുക്കനെ ഈ ഫോട്ടോയിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? നോക്കു ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞ
നിങ്ങൾ എന്നെ വെറുതെ തെറ്റായി ഒന്നും വിചാരിക്കരുത്. ഒന്ന് പറയ്, എന്താ ഇങ്ങനെ വളച്ചു നീട്ടിക്കൊണ്ടു പോകുന്നേ? ചേച്ചി, നിങ്ങൾ കിരണിനോട് നേരെ കാര്യം തുറന്ന് സംസാരിക്ക്. എന്താണ് ഈ ഫോട്ടോയൊക്കെ നോക്കിയിരിക്കുന്നത്? അവനോട് ചോദിക്കൂ, നമ്മുടെ പ്രീതിയെ കല്യാണം കഴിക്കാൻ അവന് ഇഷ്ടമാണോ അല്ലേ എന്ന്. എന്നിട്ട് നിനക്കെന്താ തോന്നുന്നേ? കിരൺ കല്യാണത്തിന് സമ്മതിക്കുന്നോ? ഏത് കിരൺ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? നമ്മുടെ പ്രീത സുന്ദരിയും സുശീലയും പിന്നെ നല്ല സംസ്കാരമുള്ള കുട്ടിയല്ലേ. പിന്നെ എങ്ങനെ അവളെ ഇഷ്ടപ്പെടാതിരിക്കുക? അതേ എനിക്ക് ഗ്യാരണ്ടിയോടെ പറയാൻ കഴിയും. രാജാവ് വന്നാൽ പോലും അവളെ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല. അത്രയ്ക്ക് നല്ലവളാണ് നമ്മുടെ പ്രീത. പോയി നിന്റെ ജോലി നോക്ക്. ഞാൻ പോവാണ്. പക്ഷെ എന്റെ വാക്ക് കേക്ക്. നിങ്ങൾ കിരണിന് ഫോൺ ചെയ്യൂ, അപ്പോഴെല്ലാം അറിയാൻ പറ്റും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കിരൺ ആരാ? നീ അവളുടെ വർത്തമാനം ഒന്നും ശ്രദ്ധിക്കണ്ട. അവൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബുദ്ധി പണ്ടേ ഇല്ല. ഹലോ എവ്രിവൺ. അമ്മ. മോളെ, അമ്മയ്ക്കറിയോ, ഇന്ന് എനിക്ക് എന്റെ ഫസ്റ്റ് സാലറി കിട്ടി. നോക്കട്ടെ. അതെ, ആരെങ്കിലും ഒന്ന് പറ, ഇവിടെ എന്താ നടക്കുന്നേ? അതോ, സരള പ്രീതയ്ക്ക് വേണ്ടി കല്യാണം ആലോചിക്കുക. അതിനു വേണ്ടിയാണ് ഈ ഫോട്ടോസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രീത ചേച്ചിക്ക് ആലോചനയോ? പക്ഷെ എന്നോട് ആരും ഒന്നും ചോദിച്ചത് പോലും ഇല്ലല്ലോ. എന്താ അമ്മ? ഇതാരാ? ഇത് സൃഷ്ടിയാണ്, പ്രീതയുടെ അനിയത്തി കുട്ടിയാ. ചേച്ചി, ഇവളെന്തായി പറയുന്നത്? ഇവളോട് ചോദിച്ചില്ലെന്നോ? നിങ്ങളുള്ളപ്പോ നിങ്ങളല്ലേ തീരുമാനം എടുക്കണ്ടേ, അല്ലാതെ ഇവളാണോ തീരുമാനം എടുക്കണ്ടേ? അല്ലല്ല, ഫൈനൽ ഡിസിഷൻ ചേച്ചിയുടെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പയ്യന്മാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ഞാനും ഹെൽപ്പ് ചെയ്യത്തില്ലേ? പ്ലീസ് അമ്മ. മോളെ, ആ ജോലി നിന്റെ അമ്മ തന്നെ ചെയ്തു. ഇത്രയും സമയം എടുത്ത് ഞാൻ ഈ 3 ബെസ്റ്റ് ചെറുക്കന്മാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീതയ്ക്ക് വേണ്ടി. നോക്കട്ടെ. എന്റെ അമ്മയെ മുത്തശ്ശി, ഇത് എന്താ ഇത്? ചെറുക്കൻ. ഐ എം സോറി ടു സേ അമ്മ, എനിക്ക് അമ്മയുടെ ചോയ്സ് ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി ഈ ചോയ്സസ് തന്നെ എന്തോ കുഴപ്പമാ. എന്നുവെച്ചാ എനിക്ക് മനസ്സിലായി അമ്മ ബെസ്റ്റ് 3 സെലക്ട് ചെയ്തത്. പക്ഷെ ഇത് ബെസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് നോക്ക്, ഈ ചെറുക്കനെ നോക്ക്. ഇവന്റെ കണ്ണ് കണ്ടോ? എന്തോ കള്ളു കുടിച്ചിട്ട് ഫോട്ടോ എടുത്തത് പോലെയുണ്ട് ഇവനെ കാണാൻ. ഇവന്റെ കണ്ണ് മദ്യപിച്ച പോലെയാണ്. പക്ഷെ ഇവൻ മദ്യപിക്കില്ല. ഇവന്റെ നാട്ടിൽ മദ്യപിക്കാനൊന്നും പാടില്ല. പക്ഷെ ഞാൻ ഈ ചെറുക്കനെ റിജക്ട് ചെയ്തിരിക്കുന്നു. ലഹരി തന്നെ അല്ലേ? ആർക്കറിയാം, കണ്ണിലുള്ള ലഹരി തലയ്ക്കകത്തുണ്ടെങ്കിലോ? ഇത് ക്യാൻസൽ. പിന്നെ ഇത് നോക്ക്, ഇത് നല്ലതല്ലേ? ഇവനെ അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. ഇവന്റെ തലയിൽ ഭയങ്കര മുടി. അതുകൊണ്ട് എന്താ? അതിനിപ്പോ എന്താന്നോ, മുത്തശ്ശിക്ക് അറിയില്ലേ, ഒരുപാട് മുടിയുള്ളവർക്കുണ്ടല്ലോ. അവര് ഡിമാൻഡിങ് ആയിരിക്കും, ഡോമിനേറ്റിംഗ് ആയിരിക്കും, വെറുതെ ആജ്ഞാപിച്ചോണ്ടിരിക്കും. നിനക്കെങ്ങനെ അറിയാം? എനിക്കതൊക്കെ അറിയാം അമ്മേ, ഞാൻ പറയുന്നത് കേക്ക്. ഇതും ക്യാൻസൽ. ഓ മൈ ഗോഡ്, ഇവൻ ഈ ലോകത്തിലെ അവസാനത്തെ ചെറുക്കനാണെങ്കിലും പ്രീത ചേച്ചി ഇവനെ കൊണ്ട് ഞാൻ കെട്ടിക്കത്തില്ല. ഇവനുണ്ടല്ലോ. മുത്തശ്ശി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അമ്മ നോക്ക്, ഇവന്റെ മുഖം ദീപകിനെ പോലെയുണ്ട്. വേണ്ട, ഇത് വേണ്ട. സരള ചേച്ചി, നിങ്ങൾ ഈ 3 ഫോട്ടോ സെലക്ട് ചെയ്യാൻ 3 മണിക്കൂർ എടുത്ത്. പിന്നെ ഈ പെണ്ണാണെങ്കിൽ 3 മിനിറ്റിലെല്ലാം റിജക്ട് ചെയ്തു. അതെ, ഈ ചെറുക്കൻ മാസത്തിൽ 20-25,000 രൂപ സമ്പാദിക്കുന്നുണ്ട്. അതിന് 20-25,000 ഉണ്ടാക്കും. അല്ല, ആ ദീപക്കും 25,000 രൂപ ഉണ്ടാക്കുമല്ലോ. അവൻ എന്ത് മോശമായിട്ടുള്ള ചെറുക്കനാ? അല്ലെങ്കിൽ തന്നെ 20-25,000 ഒക്കെ എന്തിനാ? എന്റെ ചേച്ചി ഒരു ദിവസം ഇതിലും കൂടുതൽ ഉണ്ടാക്കും. അമ്മ എന്ന് പറഞ്ഞു കൊടുത്തേ. പിന്നെ അതെ, നിങ്ങള് കുറച്ചു പേരെ നല്ല ബന്ധങ്ങൾ കൊണ്ടുപോവാ. ഞങ്ങൾക്ക് ഫോട്ടോ ഇഷ്ടപ്പെടണം. അതേപോലെ ചെറുക്കനും നന്നായിരിക്കണം. അതെന്താന്നോ, ഞങ്ങളുടെ പ്രീതയുടെ ചെറുക്കൻ അവൻ ലക്ഷത്തിലൊരുവനാവണം. അമ്മയായതുകൊണ്ട് പറയല്ല, ശരിക്കും അവള് നല്ല കുട്ടിയാ. ഏത് ചെറുക്കന്റെ കൂടെയാണോ അവളെ കല്യാണം കഴിച്ച് അയക്കുന്നത്, അവൻ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ളവനായിരിക്കണം. നിങ്ങൾ കുറച്ചുകൂടെ ആൽബോ, അമ്മ, ഈ ചെറുക്കൻ കൊള്ളാലോ. ഇതെന്താ, മൂക്കാണോ പക്കാവടയാണോ? എന്താ ഇത്? ക്യാൻസൽ. ഇവന്റെ തലയിൽ എന്താ ഇത്രയ്ക്ക് മുടി വിൽക്കുന്ന കടയിൽ കയറിയത് പോലെ ഉണ്ട്. ഇതും ക്യാൻസൽ. അടുത്തത്, അവന്റെ തലയിൽ അത്രയ്ക്ക് മുടിയായിരുന്നു. ഇത് നോക്ക്, കഷണ്ടി. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നതേ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങിയത് പോലെ ഉണ്ട്. വട്ടൻ. എന്തായാലും വേണ്ട. സോറി, ക്യാൻസൽ. സോറി. അമ്മ ഒരു മിനിറ്റ്, ആന്റി, ആ ആൽബത്തിൽ എന്താ? അത് വേണ്ട, ആ ആൽബത്തിൽ കൈവയ്ക്കണ്ട. ഈ ആൽബത്തിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത ബന്ധങ്ങളാ ഉള്ളത്. വളരെ പണക്കാരായ ചെറുക്കന്മാരായി ഈ ആൽബത്തിലുള്ളത് മൊത്തം. പണക്കാര് പയ്യന്മാരാണെങ്കിൽ അതിനിപ്പോ എന്താ പണക്കാർക്ക് നല്ല പെൺകുട്ടികളെ ഒന്നും വേണ്ടേ? പിന്നെ ഞങ്ങള് പെണ്ണ് വീട്ടുകാർക്കും നല്ല ചെറുക്കന്മാരെ വേണമെന്നുണ്ടാവില്ലേ? ഞാൻ പറയുന്നത് കേക്ക് ആന്റി. ഏതെങ്കിലും പണക്കാരൻ എന്റെ ചേച്ചിയോട് ഓക്കെ പറഞ്ഞാ അവന് ലോട്ടറിയാ അടിക്കുന്നത്. നല്ല ബമ്പർ ജാക്ക് പോട്ട്. കേട്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ഇന്ന് ഞങ്ങൾക്ക് പറ്റിയ ബന്ധങ്ങളൊന്നും ഇല്ലെന്നാ.
ആ ഓർമ്മ വന്ന് എന്റെ അടുത്ത് 2 ചെറുക്കന്മാരുടെ ഫോട്ടോ ഉണ്ട്. നല്ല പയ്യന്മാരാണ്, നല്ല ക്യാഷുള്ള വീട്ടിലെ പിള്ളേരാ. അവർക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാ വേണ്ടത്. നല്ല സുന്ദരിയായ ശുശീലയായ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരെ. എന്റെ വണ്ടി കിടപ്പുണ്ട് അവരുടെ ഫോട്ടോസ്. ഞാൻ ഇപ്പൊ പോയി എടുത്തിട്ട് വരാമേ, ഒരു 2 മിനിറ്റ്. അയ്യോ, നിങ്ങൾ ആദ്യം തന്നെ എടുത്തോണ്ട് വന്നാ മതിയായിരുന്നു. Oh my God, അമ്മ. എന്ത് പെണ്ണാ ഇത്? ഞാനെന്തോ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ ബിഹേവ് ചെയ്യുന്നേ. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല. ലിസൺ, നീ എന്താ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തേ പ്രീത? നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ നിന്നോട് സംസാരിക്കുന്ന പ്രീത, നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ. നീ എന്തിനെങ്ങനെ പെരുമാറുന്നേ? എക്സാക്ട്ലി എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നതെന്ന് നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവോ? എന്ന് വെച്ചാ ഞാൻ നിന്റെ ഹൃദയം വേദനിപ്പിച്ചു അല്ലേ? അല്ലെങ്കിൽ എന്തോ കാര്യം ഇഷ്ടപ്പെട്ടില്ല? എനിക്കെന്തിനെന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാതിരിക്കണം? ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ സന്തോഷിക്കാൻ എന്താ ഉള്ളത്? ഈ കാര്യങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ഇട്ട് ഓരോന്നോരോന്നായി ഞാൻ ക്ലിയർ ചെയ്ത് തരികയാണെങ്കിലോ? അതായത് ഞാൻ വന്നതുകൊണ്ട് നിനക്കൊന്നുമില്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? എല്ലാവർക്കും അറിയാം കിരൺ പൊതുവെ കുറച്ച് റൂഡായിട്ടാ സംസാരിക്കാറുണ്ട്. ഇറ്റ്സ് ഓക്കെ. പ്രീത ഒന്ന് നിക്ക്. നീ എന്നോട് സംസാരിക്കുന്നില്ല, എല്ലാം തലയിൽ വെച്ച് നടക്ക. എന്റെ ദൈവമേ, നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയനെ. എന്നാ ശരി, ഇന്ന് മുതൽ ഞാൻ എന്റെ ഏട്ടനെ പറ്റിയും ഷേളിനെ പറ്റി മാത്രമേ സംസാരിക്കൂ. ദാറ്റ്സ് ഇറ്റ്. ശരി. ഇവളെ കൊണ്ട് ഇവള് പറയുന്ന കേട്ടതൊന്നും ഇവള് വീട്ടിൽ വന്നതിൽ എനിക്ക് സന്തോഷമില്ലാന്ന്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്ന ഇക്കാര്യം ഞാൻ അവളോട് പറയാനേ പോകുന്നില്ല. വലിയ ജാടയല്ലേ അവക്ക്. ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ കളിയാക്കും. ഓക്കെ സനൽ, താനൊരു കാര്യം ചെയ്യേ, ആ റിക്രൂട്ട്മെന്റിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അവരുടെ ഇന്റർവ്യൂ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഐ ലുക്ക് ഇൻടു ഇറ്റ്. ഇയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. സാർ എന്തിനായിരിക്കും എന്നെ വിളിപ്പിച്ചത്? എന്തോ ചോദിക്കാനുണ്ട്. സാർ വിളിച്ചോ? ഇല്ല പ്രീത, ഞാൻ വിളിച്ചില്ലല്ലോ. തനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കോ? ഇല്ല. ഇപ്പൊ സാറല്ലേ എന്നെ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചത്. ഓ ഞാനത് ഗിരീഷിനെ വിളിച്ചതാ. അവനത് കണ്ടുമില്ല, താനത് കാണുകയും ചെയ്തു. അങ്ങനെ അത് നോ പ്രോബ്ലം. പ്രീത, എന്താ സാർ? ഇനി ഒരിക്കൽ കൂടി തന്റെ ദേഹത്ത് ആരെങ്കിലും ഒരാൾ കൈവച്ചാ അവന്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തേക്കണം. ബാക്കി വരുന്നേക്ക് ഞാൻ നോക്കിക്കോളാം. ഓ, ദീപകിനെ കുറിച്ചായി പറയുന്നത്. രോഹിത് സാർ, ദീപകിന്റെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്തിനാ? ഓർമ്മിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. I have fired him. He deserves that. സാർ അവനെ തല്ലിയോ? നന്നായി, വളരെ നന്നായി. അവനത് അർഹിക്കുന്നുണ്ട്. എനിക്കിത് പറയാൻ പാടുണ്ടോന്നറിയില്ല, പക്ഷെ ഞാൻ പറയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു പ്രീത. അല്ല രോഹിത് സാർ, അങ്ങനെ പറയല്ലേ. ദീപക് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ എംബാരസ് ആയേനെ. എനിക്കത് ഇല്ല, സഹിക്കാൻ ഞാൻ ഇതൊന്നും കഴിയില്ല. നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഒരു കാര്യവും അവിടെ നടക്കില്ലായിരുന്നു. അവന്റെ അഹങ്കാരത്തിലുള്ള മറുപടി അപ്പൊ തന്നെ കൊടുത്തേനെ ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അവന് സാറിന്റെ കയ്യിൽ നിന്ന് ഒരു അടി വാങ്ങാൻ പോലും യോഗ്യതയില്ല. ആ വൃത്തികെട്ടവനെ അടിച്ച് സാറും സ്വയം കൈ ചീത്തയാക്കരുത്. പ്രീത, are you okay? ട്രസ്റ്റ് മീ, താൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. തന്റെ വിഷമം പോലെ അയാൾ ഡിസർവ് ചെയ്യുന്നില്ല. ഇനി തനിക്കൊന്ന് ചിരിക്കാമല്ലോ എനിക്ക് വേണ്ടി. അങ്ങനെ തന്നെ. തനിക്കറിയോ, ഞാൻ തന്റെ ഈ ചിരിയുടെ വലിയൊരു ഫാനാട്ടോ. ഇവൾ എന്റെ അടുത്ത് പോലും വരില്ല. എന്നിട്ടിപ്പോ രോഹിത്തുമായി കണ്ണും കണ്ട് നോക്കി കളിക്കുക. ഇവിടെ എന്താ നടക്കുന്നേ? നത്തിങ്. ഞങ്ങളൊന്ന് ഒരു കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു.
ഷോലൻ ഡെഫിനറ്റ്ലി ഞങ്ങളെ കുറിച്ച് എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ഈ വളഞ്ഞ ചിന്ത ഞാൻ നേരെയാക്കുന്നുണ്ട്. ഫുഡ് പോയ്സണിങ്ങിന്റെ പ്രശ്നമൊന്നും നിനക്ക് മതിയായില്ലെന്നാ തോന്നുന്നേ. നിന്നെ ഇതിനേക്കാളും വലിയ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടണം പ്രീത. ഈ ഷോലൻ രോഹിത് സാറിന്റെ ജീവിതം ഇല്ലാതാക്കുന്നതിന് മുൻപ് ഇവളുടെ സത്യം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. അച്ഛമ്മ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. യു ഗൈസ് ക്യാരി ഓൺ. എനിക്കിപ്പോഴും ഓർമ്മ വന്നേ, എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നേ. ഞാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ? നീ എന്നോട് ചെയ്യുന്നതിനൊക്കെ ഉണ്ടല്ലോ പ്രീത, ഞാൻ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ഐ ജസ്റ്റ് ഹേറ്റ് യു. വന്നോ? ഞാൻ അത് വേണ്ട. സല്ല ചേച്ചി, ഇത് നിങ്ങൾ തന്നെ ആദ്യം സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണ് ഇവരുടെ മുഖം നോക്കി എല്ലാം റിജക്ട് ചെയ്ത് കളയും. അങ്ങനൊന്നും ചെയ്യില്ല മേ, പ്രോമിസ്. ഞാൻ അങ്ങനെ ചെയ്യില്ല. സൃഷ്ടി, ഞാൻ പറഞ്ഞില്ലേ, നീ ആണെങ്കിൽ എല്ലാ ചെറുക്കന്മാരിലും കുറവ് കാണുന്നു. ഇപ്പൊ എല്ലാ ചെറുക്കന്മാരും സൽഗുണ സമ്പന്നന്മാരാവോ? ആദ്യം പ്രീത ഇഷ്ടപ്പെടട്ടെ, നോക്കട്ടെ അവൾ ആരെയാ ഇഷ്ടപ്പെടുന്നെന്ന്. അതിനുശേഷം നീ നോക്കി ഇഷ്ടപ്പെട്ടാ മതി. ഞാൻ പറഞ്ഞേ, കുട്ടികളെ പോലെ കളിക്കാതിരിക്കേ. പിന്നെ നോക്കിയാ മതി പ്രീത കണ്ടു കഴിഞ്ഞതിന് ശേഷം. ഓക്കേ ഫൈൻ. ആ ശരി. അതെ, ഈ 2 ഫോട്ടോ ഞാൻ ഇവിടെ തന്നെ വെക്കാം. അവളിത് കണ്ട് ഇഷ്ടപ്പെടട്ടെ. അവളല്ലേ ഇഷ്ടപ്പെടേണ്ടത്. കല്യാണം അവളുടേതല്ലേ. അവൾ ഇഷ്ടപ്പെട്ടയാളെ അവള് തന്നെ തിരഞ്ഞെടുക്കട്ടെ. അതല്ലേ വേണ്ടത്. അതിനുശേഷം ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞോളാം. ശരി. ശരി, നമസ്കാരം. ഞാൻ ഒന്നുകൂടി എടുക്കട്ടെ. പിന്നെന്താ, എടുക്കൂ. ഒരു സമൂസ കൂടി കഴിയും. നമസ്കാരം. ഇതാ ആൽബം. പിന്നെ നിങ്ങളുടെ ഈ പണക്കാരുടെ ഇതും പോട്ടെ. ഓ, ഞാൻ ഫോൺ ചെയ്യാം. വേഗം പറയണേ. ശരി ശരി. മാറി നിൽക്കുമോളെ. അതെ അമ്മേ, പ്ലീസ്, ഐ പ്രോമിസ്. ഞാൻ ഒരു കമന്റും ഇതിന് പറയത്തില്ല. പ്ലീസ്, ഞാൻ ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞേ സൃഷ്ടി, ഇതിൽ തൊടണ്ട. അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. പ്രീത കണ്ടിട്ട് നീ കണ്ടാ മതി. ശരി, മാറ്. അയ്യോ, ഇത്രയും വലിയ ഇടി. അമ്മ, എനിക്ക് തോന്നുന്നു നല്ല മഴ വരാൻ സാധ്യത ഉണ്ടെന്ന്. അതെ ജാനകി, മാറുമോളെ. വേഗം പോയാ തുണികളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ എല്ലാം നനയും. എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? എക്സാക്ട്ലി എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നതെന്ന് നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവോ? അത് പിന്നെ നിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു, നിന്നോട് തെറ്റായി പെരുമാറിയെന്നാണോ? എനിക്കെന്തിനെന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാതിരിക്കണം? ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ സന്തോഷിക്കാൻ എന്താ ഉള്ളത്? ചേട്ടാ, എനിക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ. എന്താന്ന് വെച്ചാ, എനിക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവുന്നില്ല. അവരുടെ മനസ്സിൽ എപ്പോ എന്ത് തോന്നുന്നു എന്ന് മനസ്സിലാവുന്നില്ല. എക്സാക്ട്ലി. അതുകൊണ്ട് പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ നീ ടൈം വേസ്റ്റ് ആക്കണ്ട. പെണ്ണുങ്ങളെ വിശ്വസിക്കാനേ കൊള്ളില്ല. ചിലപ്പോ ഒന്ന് പറയും, പിന്നെ ചിലപ്പോ മറ്റൊന്ന് പറയും. അവളുമാരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് കാണണം. എന്താ? അപ്പോ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ആർ യു ക്രേസി സമീർ? ഐ എം കിരൺ നമ്പ്യാർ. എന്റെ അടുത്ത് ഒരു പെണ്ണിനെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി ബ്രോ, നിങ്ങൾ ശരിക്കും ഒരു സംഭവം തന്നെയാണ്. നിങ്ങളുടെ പിന്നാലെ 1000 പെണ്ണുങ്ങൾ നടക്കുന്നു. നിങ്ങളെ ആര് ആറ്റിറ്റ്യൂഡ് കാണിക്കാനാ? ഇംപോസിബിൾ ബ്രോ. എന്റെ ലെവൽ വേറെയാ. എന്നാ ശരി, നീ പൊയ്ക്കോ. എന്താ പറ്റിയേട്ടാ? അതെനിക്ക് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ ഏട്ടാ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. എന്താ, എനിക്ക് എക്സസൈസ് ചെയ്യാമായിരുന്നു. നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ ഏട്ടാ, സോറി. എന്നാ ഞാൻ നിങ്ങളുടെ വർക്കൗട്ട് നോക്കിയിരിക്കാം. അപ്പോ അത് കണ്ട് എനിക്കും പഠിക്കാലോ. ശരി, നിക്ക. നീ പോയി ലാപ്ടോപ്പ് ഓൺ ആക്ക. എന്നിട്ട് മോട്ടിവേഷൻ പിക്ക് എടുക്കുക. ആൻഡ് പാസ് മീ ദ വെയിറ്റ് ബോൾസ്. ഷുവർ ബ്രോ, ഗിവ് മീ എ മിനിറ്റ്. സോറി എന്റെ അമ്മേ. അമ്മ പുലിയാണെങ്കിലേ ഞാൻ പുപ്പലിയ. എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. സൃഷ്ടിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ അത് നേടിയിരിക്കും.